ഒരു പരിസ്ഥിതി ദിനം കൂടി വന്നെത്തുമ്പോൾ ഇന്നും പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനും ഭാര്യയുമുണ്ട് ഉപ്പുതറയിൽ. മാട്ടുതാവളം ചെമ്പ്ലാവിൽ തങ്കച്ചൻ എന്നറിയപ്പെടുന്ന എബ്രഹാം സീറ്റിയും ഭാര്യ സിൽവിയുമാണ് ഈ മാതൃകാ കർഷക ദമ്പതികൾ. മരങ്ങളെയും മണ്ണിനെയും ഒരേപോലെ സംരക്ഷിച്ച് ജൈവരീതിയിൽ സമ്മിശ്ര കൃഷിയാണ് ഇവർ നടത്തി വിജയം വരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭിവാജ്യ ബന്ധം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി കടന്നു വരികയാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് സമ്മിശ്ര കൃഷി നടത്തുന്ന ഒരു കർഷകൻ സമൂഹത്തിന് മാതൃകയാവുകയാണ്. 10 വർഷം മുമ്പാണ് തങ്കച്ചൻ മാട്ടുതാവളത്ത് 2 ഏക്കർ തരിശു ഭൂമി വാങ്ങിയത്. തുടർന്ന് മണ്ണിളക്കി ഇടക്കയ്യാലകൾ വെച്ചു. തുടർന്ന് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. കൂടുതലായും പല വൃക്ഷങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത്. മറ്റു മരങ്ങളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. മരങ്ങൾ 2 ആൾ പൊക്കത്തിലായപ്പോൾ ഇതിൽ കുരുമുളക് തൈകൾ ഇട്ടു. കുരുമുളക് ചെടികൾ 1 ആൾ പൊക്കത്തിൽ വളർന്നതോടെ ഏലവും വശങ്ങളിൽ കമ്പവും മറ്റു കൃഷികളും നടത്തി. ഒരു മരവും വെട്ടാതെ പ്രകൃതി സൗഹൃദമായ കൃഷിയാണ് തങ്കച്ചൻ നടത്തുന്നത്. പൂർണ്ണമായും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ വിളവ് അല്പം കുറവാണെങ്കിലും മണ്ണ് സംരക്ഷിക്കപ്പെടുമെന്നാണ് തങ്കച്ചൻ പറയുന്നത്. ഞാന് ഒരു 10 വർഷത്തോളമായിട്ട് ഈ പുരയിടം രവണിക്കുന്നതാണ്. വെറും തരിശായിട്ട് കിടന്ന ഒരു ഭാഗ്യവസ്തുവായിട്ട് കിടന്ന ഭൂമിയായിരുന്നു. അത് മേടിച്ചതിന് ശേഷം JCB ഉപയോഗിച്ച് മൊത്തം ഭൂമി ഇളക്കി കല്ലുകൾ പെറുക്കി ഇടക്കയ്യാല വെച്ച് ആരംഭിച്ച് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ വൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ച് ഇടവേളയായിട്ടുള്ള കൃഷികളാണ്. ഏലമുണ്ട്, കുരുമുളകുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറികൾ, വാഴ, എല്ലാ കൃഷിയും സമ്മിശ്രമായിട്ട് ചെയ്യുന്നു. ജൈവ രീതിയിലുള്ള കൃഷിയാണ് അവലംബിച്ച് വരുന്നത്. പരിസ്ഥിതിയായിട്ട് ഇഴുകിച്ചു വരുന്ന രീതിയിൽ വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചാണ് എൻ്റെ കൃഷി. തീർത്തും ജൈവരീതി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ മികച്ച വിലയും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണതല്ലാതെ മരത്തിന്റെ ഒരു ചില്ല പോലും തങ്കച്ചൻ വെട്ടിയിട്ടില്ല. ഇടതൂർന്ന് മരങ്ങൾ നിൽക്കുന്നതിനാൽ കൃഷിയിടത്തിൽ വലിയ രീതിയിൽ കാറ്റും പിടിക്കാറില്ല. എത്ര ശക്തമായ വേനലിലും നല്ല തണൽ കൃഷിയിടത്തിൽ ലഭിക്കുന്നതിനാൽ വലിയ രീതിയിൽ ജലസേചനം നടത്തേണ്ട ആവശ്യവുമില്ല. പ്ലാവും മാവും കടപ്ലാവും എല്ലാം ഉള്ളതിനാൽ ചക്കയും മാങ്ങയും കടച്ചക്കയുമെല്ലാം യഥേഷ്ടം ലഭിക്കുന്നു. ഹൈറേഞ്ചിൽ നിന്നും പടിയിറങ്ങിയ കമുകും വരിവരിയായി കൃഷി ചെയ്ത് കൃഷിയിടത്തെ മനോഹരമാക്കി. ഇടവേളയായി ഏത്തവാഴ കൃഷി, പച്ചക്കറി കൃഷി എന്നിവയും ചെയ്തിട്ടുണ്ട്. ഒരു തുണ്ട് ഭൂമി പോലും വെറുതെ ഇട്ടിട്ടില്ല. തങ്കച്ചനും ഭാര്യ സിൽവിയും ചേർന്ന് രാപ്പകലില്ലാതെയാണ് മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ച് കൃഷിയെ പരിപാലിക്കുന്നത്. ഇവരുടെ കൃഷിയും കൃഷിരീതികളും മറ്റു കർഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും മാതൃകയായിരിക്കുകയാണ്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.